ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഞാൻ എന്തായി കൊന്നോ പിടിച്ചോണ്ട് നിൽക്കണേന്ന് ഓർക്കരുത്. ഞാൻ വന്നിട്ട് ഈ ഒരു ടേബിള് ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ഈ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ കൈ വേണമല്ലോ. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാ അൺബോക്സ് ചെയ്യുക? ഇതിപ്പോൾ എങ്ങനെ അൺബോക്സ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓ യെസ്, ഞാൻ ഓർക്കുകയാണെ ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് റിട്ടേൺ അടിക്കുക, ഈ റോൾ ചെയ്ത് തന്നെ സാധനം എങ്ങനെയാണ് തിരിച്ച് റീപാക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. ഞാൻ ഉദ്ദേശിച്ച സാധനമാണോ ഈ വന്നിരിക്കണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിവേ ഇരിക്കട്ടെ. ഐ തിങ്ക് യെസ്, ഇതിനിടയ്ക്ക് പുറത്തൊരാൾ വന്ന് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. മയില് കാരണം ഒച്ചയാട്ടാ. ഇവിടെ കാക്കയ്ക്ക് വരാം, ഇവിടെ ഉള്ളത് മയിലാണ്. ഞാൻ ഇന്ന് വരെ വന്നിട്ട് ഇവിടെ കാക്കേനെ കണ്ടിട്ടില്ല, മയിലാണ്. അത് ഈ മഴ വരുന്ന സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട. സെവൻ 7.8 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം 7.5 മീറ്റർ ആണോ? എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാം. ഇത് ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. എൻ്റെ ആക്സറീസ് ആൻഡ് മേക്കപ്പ് സെറ്റിൻ്റെ ഓർഗനൈസറാണ് എടുത്തിട്ട് പോയത്. പിന്നെ വന്നിട്ട് കുറച്ച് നമ്മുടെ പെൻസിലൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽസ്, അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് പെയിൻ്റ് അടിച്ചത് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു എസ്തെറ്റിക് ലുക്കിൽ. അതൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം എനിവേ ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് ഇത് രണ്ടുപേരുടെ ഹെൽപ്പ് വേണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റായിട്ടത് ഒന്നും ചെയ്യണ്ട. ഇതെങ്ങനെ പൊളിച്ചൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നൈസ്. അല്ലേ കുറച്ച് ധൃതി എനിക്ക് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പറയും ഇതെന്തായാലും ഞാൻ എന്തായാലും കുറച്ച് ക്ലോസപ്പിൽ കാണിച്ചു.
ഇത് അറ്റ് എ ടൈം ഇത് ഇവിടുന്ന് ഇതും വലിക്കണം. ഇതോടെ ഞാനിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഈ ഓവർ കോൺഫിഡൻസും ധൃതിയും ക്ഷമയില്ലായ്മ ഇതെല്ലാം എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് കയ്യോടെ തന്നെ ടേബിൾ എടുത്ത് ചേർത്തിട്ട് അങ്ങനെ കയ്യോടെ എടുത്ത് മാറ്റിയ സാധനങ്ങളെല്ലാം തിരിച്ച് വന്നിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മണി പ്ലാന്റും അതേപോലെ നമ്മുടെ എന്താ പറയുക അഗർബത്തി വെക്കുന്ന സാധനമില്ല അതും എല്ലാം എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഫുള്ള് മറ്റേ എലി കരണ്ടതും പോലെയൊക്കെ വന്നിട്ട് വൃത്തികേടായിട്ടിരിക്കുന്നത്, കുറച്ച് ബ്ലാക്കും പിന്നെ വൈറ്റൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ സൈഡ് നല്ല അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി. നമ്മുടെ പേപ്പർ കട്ടിങ് ബ്ലേഡ് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനിതൊക്കെ കീപ്പ് ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു ബ്ലേഡ് മാത്രമാണ്, അത് കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്. ബ്ലേഡ് മാത്രം കിട്ടി, അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് കൊടുത്തിരുന്നു. ഇപ്പം നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ കാണേക്കാൾ നന്നായിട്ട് നേരിട്ട് കാണാൻ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ടേബിൾ മേക്ക് ഓവർ എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റേ ആ ചേട്ടനെ പോലെ പറഞ്ഞു നോക്കിയത് കേട്ടോ. സോ ഇനി ഇവിടെ വെച്ചിട്ടായിരിക്കും എൻ്റെ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ, അതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ് ആയിരിക്കും. സോ എനിവേ ബൈ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.